പ്രചാരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിൽ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. പറമ്പിക്കുളം ആളിയാർ ജലം നൽകാതെ കർഷകരെ വഞ്ചിച്ച ഇടത് വലത് മുന്നണികൾക്കെതിരെയുള്ള വിധിയെഴുത്തായി ഇരിക്കും ഇത്തവണ ചിറ്റൂരിലെന്ന് NDA സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രൻ വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ടാണ്. പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിലും പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ രീതിയിൽ കൊഴുക്കുകയാണ്. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രണേഷ് രാജേന്ദ്രൻ അദ്ദേഹം ഇപ്പോൾ ചേരുന്നുണ്ട്. ഈ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ചിറ്റൂരിലെ ഒരു ട്രെൻഡ്? വലിയ അടിയൊഴുക്കുകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിറ്റൂരിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ജനങ്ങളുടെ ഹൃദയങ്ങളിലെല്ലാം മോദിജിയുടെ വികസനവും മോദി ഗ്യാരണ്ടിയിലൂടെ നൽകുന്ന വാഗ്ദാനവും ജനം ഉറച്ചു വിശ്വസിച്ച് അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ്. ഇത്രയും കാലം LDFും UDFും മാറി മാറി ഭരിച്ച് ഇല്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി മോഹം മാത്രം വാക്കുകളായി തീർത്ത് ആ ഒരു നിലപാടില്ലാത്ത ഒരു ഭരണരീതിയല്ല ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ഒരു വ്യക്തതയോടെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ നല്ലൊരു പിന്തുണയും ആത്മവിശ്വാസവും ജനങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു നല്ലൊരു വിജയത്തിൽ തന്നെ എത്തിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ധാരാളം നെൽകർഷകർ ഉള്ള മേഖലയാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പറമ്പിക്കുളത്ത് നിന്നുള്ള വെള്ളം പോലും കൃത്യമായിട്ട് ലഭിക്കാതെ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ജനതയാണ്. അതൊക്കെ വോട്ടർമാരുടെ ഇടയിൽ ചർച്ച തന്നെയാണോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ പ്രകടന പത്രിക നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കാർഷിക മേഖലയെ സംരക്ഷിക്കാനും കർഷകരെല്ലാം സുരക്ഷിതരാക്കാനും ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ലക്ഷ്യവും ദീർഘവീക്ഷണവും അതുതന്നെയാണ്. കഴിഞ്ഞ 60 വർഷ കാലഘട്ടങ്ങളിൽ LDFും UDFും ഇരു മുന്നണികളും മാറി മാറി ഭരിച്ച് കാർഷിക മേഖലയെ പടുത്തുയർത്തുമെന്ന് പറഞ്ഞ് കർഷകരെല്ലാം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പറമ്പിക്കുളം ആളിയാർ അന്തർ സംസ്ഥാന ജലപദ്ധതി കരാർ പുതുക്കപ്പെട്ട് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൃഷിനാശം, വെള്ളം ക്ഷാമം മൂലം അതെല്ലാം തീർക്കപ്പെടും പറഞ്ഞാണ് കഴിഞ്ഞ വർഷങ്ങൾ മുഴുവനും നുണപ്രചരണം നടത്തി ഇരു മുന്നണികളും ഇടതുപക്ഷവും വലതുപക്ഷവും നുണപ്രചരണങ്ങൾ നടത്തി ആളിയാർ പറമ്പിക്കുളം അന്തർ സംസ്ഥാന ജലപദ്ധതി പുതുക്കുമെന്ന് പറഞ്ഞ് കർഷകരെയും വഞ്ചിച്ചു, ഇവിടെയുള്ള ജനങ്ങളെയും വഞ്ചിച്ച്. അതിൻ്റെ ഒരു സാക്ഷ്യമായ യാഥാർത്ഥ്യം ഒരു കാര്യം നമ്മളെല്ലാവർക്കും തിരിച്ചറിയാം. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്തു എന്ന്. അതിൻ്റെ എന്താണ് കാരണം? കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്താതെ ജലക്ഷാമം മൂലം കൃഷിനാശം അനുഭവിച്ച് കർഷകരെല്ലാം കടക്കിണിയിലായി. അവർക്ക് വേറെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആത്മഹത്യ ചെയ്യപ്പെട്ടത്. ഇപ്പോഴും സ്ഥിതി അങ്ങനെ തന്നെ തുടരുകയാണ്. ഈ 60 വർഷ കാലഘട്ടത്തിൽ ഇടതും വലതും മാറി മാറി ഭരിച്ച് വീണ്ടും അവരുടെ പ്രകടന പത്രികയിൽ ഇപ്രാവശ്യം വോട്ട് ചോദിക്കാൻ ചെല്ലുന്നത് ആളിയാർ പറമ്പിക്കുളം പദ്ധതി മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. ഒരു നാണമില്ലാത്ത പോലെയല്ല കാണിക്കുന്നത്. ഇടതായാലും വലതായാലും ഇതെല്ലാം കർഷകർ തിരിച്ചറിയുന്നുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇപ്പോൾ കർഷകരുടെ മുഴുവൻ ആത്മവിശ്വാസം മോദി ഗ്യാരണ്ടിയിലാണ്. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം, ഈ പ്രതിസന്ധികളെല്ലാം പ്രധാനമന്ത്രിയോട് ഭാരതീയ ജനതാ പാർട്ടി ചിറ്റൂർ നിയോജക മണ്ഡലത്ത് ഐക്യകണ്ഠേന ഇതെല്ലാം അറിയിക്കുകയുണ്ടായി, അപേക്ഷ നൽകുകയുണ്ടായി. അതിനെല്ലാം മറുപടിയായി പാലക്കാട് പ്രധാനമന്ത്രി വന്നപ്പോൾ മോദി ഗ്യാരണ്ടിയിലൂടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാർഷിക മേഖല പടുത്തുയർത്തും, കർഷകരെ സംരക്ഷിക്കും. ഇതിനെല്ലാം തുടക്കം കുറിക്കുന്ന പദ്ധതി, ആദ്യത്തെ പദ്ധതി വരും ദിവസങ്ങളിൽ പരിഹരിക്കാൻ പോകുന്നത് ആളിയാർ പറമ്പിക്കുളം അന്തർ സംസ്ഥാന ജലപദ്ധതിയുടെ കരാർ പുതുക്കിക്കൊണ്ട് ചിറ്റൂർ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ വെള്ളം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയ്ക്ക് എത്തിക്കുന്നുള്ള ഒരു ഉറപ്പ്, അതൊരു തുടക്കമാണ് മോദിജിയുടെ. ആ ഒരു വിശ്വാസം ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്, കാർഷിക മേഖലയിൽ എത്തിയിട്ടുണ്ട്. അതിന് കാരണം, മുഖ്യ കാരണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുള്ള നിലയ്ക്ക് ലോകം തന്നെ അറിയപ്പെടുന്ന രീതിയിൽ ഇന്ത്യൻ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. കാർഷിക മേഖലയെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അത് ഇനി കേരളത്തോട്ടും എത്തുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വികസനവും കാർഷിക മേഖലയിലുള്ള പുരോഗമനവും സാക്ഷി നിർത്തിക്കൊണ്ടാണ് മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരു ഉറപ്പ് കേരളത്തും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് മോദി ഗ്യാരണ്ടി എന്നുള്ള പദ്ധതിയിലൂടെ.
ആ ഉറപ്പ് ഇന്ന് കേരളത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ചിറ്റൂരിൻ്റെ മണ്ണിൽ നിന്നായിരിക്കും അതിൻ്റെ തുടക്കം കുറിക്കുക. അതുതന്നെയാണ്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, പ്രത്യേകിച്ച് പറമ്പിക്കുളം ജലം ലഭിക്കാത്തതുൾപ്പെടെ, ആലിയാർ ജലം ലഭിക്കാത്തതുൾപ്പെടെ കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാണ് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മോദി ഗ്യാരണ്ടി അത് കൃത്യമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും സ്ഥാനാർത്ഥി വ്യക്തമാക്കുകയാണ്.